കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ RJD അംഗത്തിന്റെ പിന്തുണയോടെ ഭരണം പിടിച്ച UDF RMP ജനകീയ മുന്നണി. കോൺഗ്രസിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDFന് 8 വോട്ടും LDFന് 7 വോട്ടുമാണ് ലഭിച്ചത്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലും നന്മണ്ട പഞ്ചായത്തിലും നറുക്കെടുപ്പിലൂടെ UDF ഭരണം പിടിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പ് ഭാഗ്യം LDFനായിരുന്നു. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, എങ്ങനെയൊക്കെയാണ് ഭരണം സാധ്യമായിരിക്കുന്നത്? പലയിടത്തും വ്യത്യസ്തമായ കൗതുകമുള്ള സഖ്യങ്ങളാണല്ലോ രൂപപ്പെട്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും സ്മൃതി. അതായത് 3 ബ്ലോക്ക് പഞ്ചായത്ത്, 4 പഞ്ചായത്തുകൾ എന്നിങ്ങനെയാണ് തുല്യ കക്ഷി നിലയിലെത്തിയത്. അതിൽ 2 ബ്ലോക്ക് പഞ്ചായത്ത് വടകര, പേരാമ്പ്ര അത് UDF നേടിയിരിക്കുന്നു. ബാലുശ്ശേരി LDF നേടിയിരിക്കുന്നു. വടകരയാണ് ഏറ്റവും കൗതുകരം. അതായത് LDFനൊപ്പം നിൽക്കുന്ന RJDയിലെ രജനി, കുഞ്ഞിപ്പള്ളിയിൽ നിന്നുള്ള RJDയിലെ രജനി വോട്ട് ചെയ്തത് UDF RMP ജനകീയ മുന്നണിയിലെ കോട്ടയിൽ രാധാകൃഷ്ണനാണ്. അങ്ങനെ 8 വോട്ടുകൾ നേടിക്കൊണ്ട് UDFന്റെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വടകരയിൽ വന്നിരിക്കുന്നു. അതൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന കൂടി നൽകുന്നുണ്ട്. കാരണം ജില്ലയിൽ RJDക്ക് പരിഗണന കിട്ടുന്നില്ലെന്നൊരു വ്യാപകമായ പരാതി ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ 5 സീറ്റുകളിൽ RJD സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടിരുന്നു. അഴിയൂർ പഞ്ചായത്തിലൊക്കെ തന്നെ STPIക്ക് പ്രാധാന്യം നൽകുന്ന പരാതി RJDക്കുള്ളിൽ വ്യാപകമായി ഉണ്ട്. ഇതിനിടയിലാണ് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ RJDയുടെ പ്രതിനിധി ഇപ്പോൾ UDF RMP പ്രതിനിധിക്ക് വോട്ട് ചെയ്ത് അവിടെ ഭരണം UDFിലേക്ക് മറിച്ചിരിക്കുന്നത്. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDF ആണ് വിജയിച്ചിരിക്കുന്നത്. ഇനി പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ കോട്ടൂർ പഞ്ചായത്ത് 6 പതിറ്റാണ്ടിന് ശേഷം UDF അവിടെ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. നന്മണ്ടയിലും വിജയിച്ചിരിക്കുന്നു. തിരുവള്ളൂരിൽ LDF ആണ് വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF ആണ് തിരുവള്ളൂരിൽ ഭരിച്ചിരിക്കുന്നത്. പക്ഷേ മൂടാടി പഞ്ചായത്തിൽ മാത്രം ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അതായത് മൂടാടി പഞ്ചായത്തിൽ തുല്യ കക്ഷി നിലയായിരുന്നു. ആദ്യത്തെ വോട്ടെടുപ്പിൽ LDF അംഗത്തിന് വോട്ട് അസാധുവായെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. അതായത് ഇന്റു മാർക്കിനൊപ്പം ഒരു പ്രതിനിധി ഇട്ടു, അസാധുവായി എന്ന് പറഞ്ഞു. പക്ഷേ അത് CPM അംഗങ്ങളോ അല്ലെങ്കിൽ വരണാധികാരിയോ അംഗീകരിച്ചില്ല. അങ്ങനെ നറുക്കെടുപ്പിലൂടെ കാര്യങ്ങൾ പോയപ്പോൾ നറുക്കെടുപ്പിലൂടെ CPMലെ അഖിലയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ പഞ്ചായത്തിലെത്താതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂടാടി പഞ്ചായത്തിൽ ഇപ്പോൾ UDF പ്രതിനിധികൾ സമരത്തിലുമാണ്. സ്മൃതി.